ഓം നമോ നാരായണായ എന്ന് വായിക്കുന്നത് നാരദ സ്തുതിയിലെ ഓരോ വരിയുടെയും അർത്ഥമാണ്. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ വിഹംഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും. അതായത് സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ അതായത് യക്ഷകന്മാർ, നാഗങ്ങൾ, പക്ഷികൾ, അപ്സരസുകൾ എന്നിവരുടെ കൂട്ടവും കിന്നരന്മാർ, ചാരണന്മാർ, കിം പുരുഷന്മാർ എന്നിവരും പാമ്പുകൾ, മുനിമാർ, ദേവന്മാരുടെ സംഘവും ചേർന്ന് ഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി പ്രശംസിച്ചു. ജ്ഞാനസ്വരൂപനും പുരുഷന്മാരിൽ ഉത്തമനും അദ്വിതീയനുമായ ഭഗവാനെ ആ സമയത്ത് ദേവർഷിയായ നാരദനും ഭഗവാനെ സേവിക്കുവാനായി സ്നേഹത്തോടെ മുന്നിൽ അവതരിച്ചു. ദശരഥപുത്രനായ ശ്രീരാമനെ സന്തോഷത്തോടെ ശ്യാമവർണ്ണനും സുന്ദരനും അമ്പും വില്ലും ധരിച്ചവനും പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവനും കരുണയാകുന്ന അമൃത് നിറഞ്ഞ മുഴുവൻ സമുദ്രമായവനും മോക്ഷദായകനായ മുകുന്ദനും എപ്പോഴും മംഗളസ്വരൂപനുമായ ലോകത്തിനെയെല്ലാം ആനന്ദിപ്പിക്കുന്നവനും ആത്മാവിൽ തന്നെ രമിക്കുന്നവനുമായ ശ്രീരാമനെ വളരെ സന്തോഷത്തോടെ സ്തുതിക്കുവാൻ തുടങ്ങി. സീതാപതിയായ രാമ, രാജശ്രേഷ്ഠ രഘുവംശജനായ രാഘവ, ലക്ഷ്മി ദേവിയെ ധരിച്ചവനെ, ഐശ്വര്യത്തിന്റെ നിധിയായവനെ, ശ്രേഷ്ഠനായ പുരുഷോത്തമ ശ്രീരാമ, ദേവന്മാർക്കും ദേവനായവനെ, ലോകനാഥ നാരായണ, സകല ലോകങ്ങൾക്കും ആധാരമായവനെ, അങ്ങേക്ക് നമസ്കാരം. ലോകത്തിന്റെ സാക്ഷിയായവനെ, പരമാത്മാവെ, ശാശ്വതനായവനെ, എന്നും നിലനിൽക്കുന്നവനെ, ലോകം മുഴുവൻ സ്വരൂപമായവനെ, പരബ്രഹ്മമേ, സർവേശ്വര, എല്ലാ ദിവസവും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ തുടങ്ങിയവയെല്ലാം കൈകൊണ്ട് മായയാ മാനുഷരാകയായി, അതായത് സ്വന്തം മായയാൽ മനുഷ്യരൂപം സ്വീകരിച്ച് പരിശുദ്ധമായ തത്വം അറിഞ്ഞവനായി, ജ്ഞാനം തന്നെ രൂപമായവനായി, സത്യത്തിന്റെ സ്വരൂപമായി, എല്ലാ ലോകങ്ങൾക്കും നാഥനായി, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിലെ ജീവസ്വരൂപമായി, എപ്പോഴും സത്യഗുണത്തെ അതായത് സത്യത്തെ പ്രിയപ്പെടുത്തുന്നവനായി, വ്യക്തമായവനും അവ്യക്തമായവനും അതീവ സൂക്ഷ്മമായവനുമായി, യാതൊരു കളങ്കവുമില്ലാത്തവനായും ആ ആകൃതിയുമില്ലാത്ത ഒരു നിരാകാരനായും, ഗുണങ്ങൾക്ക് അതീതനായവനും വേദാന്തവാക്യങ്ങളുടെ സാരനായവനും, ജ്ഞാനജ്ഞമായ ആത്മാവായും മംഗളസ്വരൂപനായും, യാതൊരു ആഗ്രഹമില്ലാത്തവനായും, കണ്ണുകൾ തുറക്കുന്ന സമയത്ത് സൃഷ്ടികർമ്മവും കണ്ണുകൾ അടയ്ക്കുന്നത് കൊണ്ട് സംഹാരവും, വിവിധങ്ങളായ അവതാരങ്ങൾ വഴി ലോകരക്ഷയും, ദുഷ്ടന്മാരെ ശിക്ഷിച്ച ധർമ്മത്തെ പരിപാലിച്ചും, എപ്പോഴും പുരുഷൻ, പ്രകൃതി, കാലം എന്നീ പേരുള്ളവനുമായി ശരീരത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന പരമാത്മാവിനായി നമസ്കാരം. ഏതൊരു പരമാത്മാവിനെയാണോ എപ്പോഴും കാണുന്നത്, ആഗ്രഹങ്ങളില്ലാതെ മുനിശ്രേഷ്ഠന്മാർ തങ്ങളുടെ മനസ്സിൽ ആ ഭഗവത് രൂപത്തിനായിക്കൊണ്ട് ഇതാ നമസ്കാരം. ജ്ഞാനസ്വരൂപിയായ പ്രഭോ, അങ്ങേക്ക് എപ്പോഴും നമസ്കാരം. വികാരങ്ങളില്ലാത്തവനും വിശുദ്ധമായ ജ്ഞാനസ്വരൂപിയായവനെ, സകല ലോകങ്ങൾക്കും ആധാരമായവനും ആദിപുരുഷനുമായവനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റൊന്നിനാലും അങ്ങയെക്കുറിച്ചുള്ള ആത്മജ്ഞാനം ഉണ്ടാവുകയില്ലല്ലോ. അങ്ങയുടെ തൃപ്പാദ കമലങ്ങൾ കണ്ട് സേവിക്കുന്നതിന് ഇപ്പോൾ എനിക്ക് അവസരം ലഭിച്ചതും അങ്ങയുടെ കൃപയാലാണ്. ജ്ഞാനസ്വരൂപനായ പ്രഭു, അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹിമ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആ ലോകനാഥ, കോപം, കാമം, ദോഷചിന്ത, അസൂയ,
പിശുക്ക്, മോഹം തുടങ്ങിയ ആന്തരിക ശത്രുക്കൾ ഉള്ളതുകൊണ്ട് മോക്ഷമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഈ ദുർബലനായ എനിക്ക് ഒട്ടും ശക്തിയില്ല എന്നത് തീർച്ചയാണ്. അങ്ങയുടെ അമൃത് പോലുള്ള ലീലാ കഥകൾ ശ്രവിച്ച് മനസ്സിൽ അങ്ങയെ തന്നെ ഇടതടവില്ലാതെ ധ്യാനിച്ചും അങ്ങയുടെ പൂജകൾ ചെയ്തും തിരുനാമങ്ങൾ ജപിച്ചും ഈ ലോകത്തിൽ എവിടെയും എപ്പോഴും അങ്ങയുടെ പുണ്യ ചരിത്രങ്ങൾ പാടി വിശുദ്ധനായി സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. രാജാക്കന്മാരുടെ രാജാവായവനെ, രഘുകുല നായകനെ, താമരക്കണ്ണനായ രാമ, ലക്ഷ്മീപദേ, ഭൂമിയുടെ ഭാരത്തിന്റെ പകുതിയും ഇന്ന് നീ ഉപദ്രവകാരിയായ കുംഭകർണനെ വധിച്ചതിലൂടെ ഇല്ലാതായി. നാഗരാജാവിന്റെ അംശമായ ലക്ഷ്മണൻ നാളെ യുദ്ധത്തിൽ മേഘനാഥനെ വധിക്കും. പിന്നീട് ഒരിക്കൽ സുഗ്രീവനാകുന്ന മിത്രത്തിന്റെ സഹായത്തോടെ രാവണനെ വധിച്ച് 3 ലോകങ്ങളെയും രക്ഷിക്കും. ഞാനിതാ ഇനി ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. മനുഷ്യവീരനായ രാമ, അങ്ങ് എന്നും ജയിച്ചരുളിയാലും. ഇപ്രകാരം പറഞ്ഞ് നാരദൻ ഭഗവാനെ വണങ്ങി സ്തുതിച്ചു. നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂക്കി ക്ഷണാന്തരെ വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും, അതായത് ഉത്തമമായ ശാസ്ത്രങ്ങളും അസ്ത്രങ്ങളും നിമിഷ നേരം കൊണ്ട് എറിഞ്ഞും വർഷിച്ചും ആനകളും കുതിരകളും രഥങ്ങളും കാൽപ്പടയാളികളും ഭയാനകന്മാരായ രാക്ഷസ യോദ്ധാക്കളും നിലം പതിച്ചു മരിച്ചു ഒഴുകുന്ന രക്തപ്പുഴകളും പല പല വഴികളായി ഒഴുകിപ്പരക്കുന്നത് കാണാമായിരുന്നു. അതിരില്ലാത്ത വിധം തലയില്ലാത്ത ഉടലുകളും പലതും അവിടെ ശക്തമായി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. രാക്ഷസന്മാരെല്ലാം മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ അതിരൂക്ഷമായ കോപത്തോടെ നരാന്തകൻ എന്ന രാക്ഷസൻ അടുത്തു വന്നു. കയ്യിൽ കുന്തവുമേന്തി കുതിരപ്പുറത്ത് കയറി യമദേവനെ പോലെ വേഗത്തിൽ അടുത്തേക്ക് വന്നപ്പോൾ അംഗദൻ തന്റെ മുഷ്ടി ചുരുട്ടി അവന്റെ ശരീരത്തിൽ ആഘാതമേൽപ്പിച്ച് അവനെ യമപുരത്തേക്ക് അയച്ചു. ഇത് കണ്ടു ദേവാന്തകൻ പരിഖം എന്ന ആയുധവുമായി വന്നു. ദേവേന്ദ്രപുത്രനായ വാലിയുടെ മകനോട് ഏറ്റുമുട്ടി. ആനപ്പുറത്തേറി മഹോദരൻ എന്ന വീരനും രഥത്തിൽ കയറി ത്രിശിരസ് എന്ന രാക്ഷസനും അടുത്തേക്ക് വന്നു. ഈ 3 രാക്ഷസന്മാരോടും അംഗദൻ ഒറ്റയ്ക്ക് പൊരുതി. ആ സമയത്ത് ദേവന്മാർ പോലും അംഗദന്റെ വീരത്തെ പ്രശംസിച്ചു. ഇത് കണ്ടുകൊണ്ട് ഹനുമാനും നീലനും വേഗത്തിൽ ഓടിയെത്തി ആ സമയത്ത് തുണയായി ഒപ്പം ചേർന്നു. ഹനുമാൻ ദേവാന്തകനെ വധിച്ചു. വീരനായ നീലൻ മഹോദരനെയും വധിച്ചു. ശൂരനായ ത്രിശിരസുകളെ തലയെ ഹനുമാൻ വെട്ടിമാറ്റി അവനെയും കൊന്നു. ആ സമയം മഹാപാർശ്വൻ എന്ന രാക്ഷസൻ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ മഹാബലവനായ യശഭൻ എന്ന വാനരൻ അവനെ കൊന്നൊടുക്കി. മത്തൻ, ഉന്മത്തൻ എന്നീ രാക്ഷസന്മാരും വാനരന്മാരായ ശ്രേഷ്ഠന്മാരോട് എതിരിട്ട് വേഗത്തിൽ കൊല്ലപ്പെട്ടു. ദുഃഖമില്ലാത്ത വീരനായ അതികായൻ എന്ന രാക്ഷസൻ ആ സമയം 1000 ആനകളെ പൂട്ടി വലിയ രഥത്തിൽ ധാരാളം ആയുധങ്ങളും അസ്ത്രങ്ങളും നിറച്ച വില്ലുമേന്തി വളരെ അഹങ്കാരത്തോടെ അതിരൂക്ഷമായ ഭാവത്തോടും കൂടെ യുദ്ധത്തിനായി വില്ലിന്റെ ഞാൺ ഒലിപ്പിച്ചു. രാക്ഷസശ്രേഷ്ഠനായ രാവണന്റെ പുത്രൻ അടുത്തു വന്നപ്പോൾ അവനെ പേടിച്ച് വാനരന്മാർക്ക് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം വാൽ പൊക്കി ഭയന്നോടാൻ തുടങ്ങി. വളരെ സാമർഥ്യമുള്ള അതികായനെ ലക്ഷ്മണൻ, അതായത് സൗമിത്രിയുടെ മകൻ, മുന്നോട്ട് വന്ന് ആ സമയത്ത് തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്തു. ലക്ഷ്മണന്റെ അസ്ത്രങ്ങൾ ചെന്ന് തറയ്ക്കുന്ന വേളയിൽ ആ നിമിഷത്തിൽ തന്നെ അവൻ നിഷ്ഫലമായി തിരിഞ്ഞു താഴേക്ക് വീണുപോന്നു. വളരെയധികം ചിന്താകുലനായി ഇനി എന്തു ചെയ്യും എന്നറിയാതെ സങ്കടത്തോടെ ലക്ഷ്മണൻ നിൽക്കുന്ന ആ സമയത്ത് വായുദേവൻ ഒരു മനുഷ്യരൂപത്തിൽ അവിടെ എത്തിച്ചേർന്ന ശ്രേഷ്ഠനായ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. പണ്ട് ബ്രഹ്മാവ് നൽകിയിട്ടുള്ള കവചമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ അസ്ത്രങ്ങളൊന്നും അവനിൽ ഏൽക്കുകയില്ല. അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുവാനായി ഇന്ന് നീ ബ്രഹ്മാസ്ത്രമേത് ഇവനെ വധിച്ചാലും പിന്നീട് ഇന്ദ്രജിത്തും നിന്നാൽ തന്നെ വധിക്കപ്പെടും. അഹങ്കാരിയായ രാവണനെ വധിച്ചു ശ്രീരാമൻ 3 ലോകങ്ങളെയും പരിപാലിക്കുകയും ചെയ്യും.
എന്ന് പറഞ്ഞ് വായുദേവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ലക്ഷ്മണനാകട്ടെ തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സിൽ ദൃഢമായി ധ്യാനിച്ച് വണങ്ങി. ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ആ നിമിഷം തന്നെ അതികയന്റെ കഴുത്ത് വെട്ടിമാറ്റി. ഭൂമിയിൽ പതിച്ച ആ അതികയന്റെ ശിരസ് വളരെ സന്തോഷത്തോടെ വാനരന്മാർ കയ്യിലെടുത്ത് ശ്രീരാമന്റെ അടുക്കൽ കൊണ്ടുവച്ച് വണങ്ങി തൊഴുതു. ഭയം പൂണ്ട് ജീവനും കൊണ്ടോടിയ രാക്ഷസപ്പട നടന്ന കാര്യങ്ങളെല്ലാം രാവണനെ അറിയിച്ചു. ഇത് കേട്ട രാവണൻ ഹാ ദൈവവിധിയോ എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ മക്കളും സഹോദരന്മാരും മരുമക്കളും മനക്കരുത്തുള്ള സേനാധിപന്മാരും മന്ത്രിമാരും എല്ലാം മരിച്ചു വീണു. ഇനി എന്താണ് നല്ല വഴി? അയ്യോ ശങ്കര ദൈവമേ! ഇപ്രകാരം ദുഃഖിച്ച് വിലപിക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് അവിടെ ചെന്ന് തൻ്റെ പിതാവായ രാവണനെ വണങ്ങി. പിതാവേ, അങ്ങയുടെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാകരുത്. ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ ശത്രുക്കളെ മുഴുവൻ വധിച്ചു വരുന്നത് വരെ അങ്ങ് യാതൊരു വിഷമവുമില്ലാതെ ശാന്തനായി ഇവിടെ ഇരുന്നരുളിയാലും. ഇപ്രകാരം പറഞ്ഞ് അവൻ പിതാവിനെ വണങ്ങി സ്തുതിച്ചു. അങ്ങ് വിഷമങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വസ്ഥനായി ഇരുന്നരുളിയാലും യുദ്ധത്തിൽ ജയിക്കുന്നതിനായി എന്നെ അനുഗ്രഹിച്ചാലും. ഇതു കേട്ട് മകനെ പ്രണമിച്ച് ആലിംഗനം ചെയ്ത് നീ എപ്പോഴും സുഖമായി വിജയിച്ച് തിരികെ വരിക. വന്ധ്യനായ ആ മകനും തൻ്റെ പിതാവിനെ കുമ്പിട്ട് വണങ്ങി സ്നേഹത്തോടും ഭക്തിയോടും കൂടെ യാത്ര തുടങ്ങി. ശിവഭഗവാന്റെ അനുഗ്രഹം നേടുവാനായി ചെന്ന് ഇന്ദ്രജിത്ത് നികുംഭില എന്ന സ്ഥലത്ത് യാഗശാലയിൽ പ്രവേശിച്ചു. യാഗത്തിന് ആവശ്യമായ സാമഗ്രികളെല്ലാം ആദരവോടെ ശേഖരിച്ച് ആ സമയം പവിത്രമായ ഹോമം ആരംഭിച്ചു. ചുവന്ന പൂമാലകളും ചുവന്ന വസ്ത്രങ്ങളും ചന്ദനാദി ലേപനങ്ങളും ധരിച്ച് ഗുരു ഉപദേശിച്ച വഴി പ്രകാരം ഭക്തിയോടെ അഗ്നിദേവനെ പ്രജ്വലിപ്പിച്ചു. തനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി രാക്ഷസ രാജാവിന്റെ മകനായ ഇന്ദ്രജിത്ത് വ്യക്തമായ അക്ഷരശുദ്ധിയോടും സ്വരത്തോടും കൂടി മന്ത്രങ്ങൾ ജപിച്ച് ചെയ്യേണ്ട യാഗകർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി. മനസ്സിൽ ഉറച്ച ഭക്തിയോടും പ്രസാദത്തോടും കൂടെ ആയുധങ്ങളും അസ്ത്രങ്ങളും വില്ലും രഥവും ലഭിച്ച് മറഞ്ഞു നിൽക്കുവാനുള്ള വിദ്യയും തടസ്സമില്ലാതെ നേടി ഹോമം പൂർത്തിയാക്കി അവൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. ശ്രീരാമാദികളോട് യുദ്ധം ചെയ്യുവാനായി ആ രാക്ഷസൻ പോർക്കളത്തിൽ പ്രവേശിച്ച സമയം വാനരന്മാരും രാക്ഷസന്മാരെ തടഞ്ഞു നിർത്തി ആർത്തു വിളിച്ച് അടുത്ത കാർമേഘങ്ങൾ മഴ പോലെ പെയ്യിക്കുന്നത് പോലെ മേഘനാഥൻ അസ്ത്രങ്ങൾ പൊഴിക്കുവാൻ തുടങ്ങി. പാറകളും പർവ്വതങ്ങളും മരങ്ങളും കൊണ്ട് ഭയങ്കരന്മാരായ വാനരവീരന്മാരും ഭയാനകമായ രീതിയിൽ രാക്ഷസന്മാരെ നേരിടുവാൻ തുടങ്ങി. ആനപ്പടയും കുതിരപ്പടയും കാൽനടപ്പടയാളികളും രഥങ്ങളും യമപുരിയിൽ ചെന്ന് പ്രവേശിക്കുമാറ് തൻ്റെ പടയ്ക്ക് നാശം വരുന്നത് കണ്ട രാവണപുത്രനായ ഇന്ദ്രൻ സങ്കോചത്തോടെ ശരീരത്തെ വായുവിൽ മറച്ചു നിർത്തി അസംഖ്യ ബ്രഹ്മാസ്ത്രങ്ങൾ നിരന്തരമായി വർഷിക്കുവാൻ തുടങ്ങി. മരങ്ങൾ കരിഞ്ഞുണങ്ങി വെട്ടിമുറിച്ച് വീഴുന്നത് പോലെ പ്രധാനികളായ വാനരന്മാരെല്ലാം നിലം പതിക്കുവാൻ തുടങ്ങി. വീരന്മാരായ വാനരന്മാരുടെ ശരീരത്തിൽ വന്നു തറച്ച് 50, 100, 200 അസ്ത്രങ്ങൾ വന്നു തറഞ്ഞു കയറി. അമ്പുകളേറ്റ് ശരീരം പിളർന്ന ഇടതടവില്ലാതെ വിറച്ചും ബോധം കെട്ടും വാനരന്മാർ നിലത്തു വീണു. വിവിധന് വീണ്ടും 50 അസ്ത്രങ്ങൾ ഏറ്റു. 9 എണ്ണം മൈന്ദനും 5 എണ്ണം ഗജന്റെ ശരീരത്തിലും തറച്ചു. 90 അസ്ത്രങ്ങൾ നളന്റെ ശരീരത്തിൽ തറച്ചു കയറി. അതുപോലെ തന്നെ ഗന്ധമാദനന്റെ ശരീരത്തിലും അസ്ത്രങ്ങൾ ഏറ്റു. 18 അസ്ത്രങ്ങൾ നീലനും 10 അസ്ത്രങ്ങൾ ജാമ്പവാന്റെ ശരീരത്തിലും തറച്ചു. 6 എണ്ണം പനസനും 7 എണ്ണം വിനതനും 16 അസ്ത്രങ്ങൾ സുഷേനനും 8 എണ്ണം കുമുദനും ഏറ്റു. 30 അസ്ത്രങ്ങൾ ഋഷഭനും കേസരിക്കും 11 അസ്ത്രങ്ങളും തറച്ചു. 10 എണ്ണം ശതബലിക്കും 9 എണ്ണം ധൂമ്രനും
18 10 1 അസ്ത്രങ്ങൾ പ്രമാദിക്കും ഏറ്റു. 10 പിന്നീട് 25 അസ്ത്രങ്ങൾ ഏറ്റു. മഹാശക്തമാനായ വേഗദർശിക്കും അതുപോലെ. 40 അസ്ത്രങ്ങൾ ദധിമുഖന്റെ ശരീരത്തിലും 42 അസ്ത്രങ്ങൾ ഗവാക്ഷകനും ഏറ്റു. 3 ഗവയനും 5 ശരദ്ഭനും 7 സുമുഖനും ഏറ്റു. ദുർമുഖന് 24 അസ്ത്രങ്ങൾ ഏറ്റു. 65 അസ്ത്രങ്ങൾ താരനും ഏറ്റു. ജ്യോതിർമുഖന് 60 അസ്ത്രങ്ങൾ ഏറ്റു. കൂടാതെ ഭയത്തോടെ 50 വദനനും, അതായത് 50 അസ്ത്രങ്ങൾ ഏറ്റു. അംഗദന്റെ ശരീരത്തിൽ 75 അസ്ത്രങ്ങൾ തറച്ചു. ഉന്നതനായ സുഗ്രീവന് 100 അസ്ത്രങ്ങളും ഏറ്റു. ഇപ്രകാരം വാനരസേനയിലെ പ്രമുഖന്മാരായ 67 കോടി വാനരന്മാരും ഭൂമിയിൽ വീണുപോയി. 21 വെള്ളം വാനരന്മാരും ആ വാനരനായ ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങളേറ്റ് വീണതിനു ശേഷം ഇതിനിപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ദേവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആകുലതയോടെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ കോപത്തോടെ രാമലക്ഷ്മണന്മാരെയും അസ്ത്രങ്ങൾ എയ്ത് വീഴ്ത്തി. മഹാവീര്യനും വ്രതവുമുള്ള മേഘനാഥൻ അതീവ ദുഃഖത്തോടെ നിശ്ചലമായി പോയി. ലോകമാകെ രാക്ഷസ രാജാവിന്റെ വിജയത്തിനായി ഇന്ദ്രന്റെ ശത്രുവായ ഇന്ദ്രജിത്ത് വലിയ ശംഖനാദം മുഴക്കി. വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ, അതായത് വേഗത്തിൽ ലങ്കയിലേക്ക് തിരിച്ചെത്തി ദേവസമൂഹവുമാഴിക ഗതാശയ, ദേവന്മാരുടെ സമൂഹം പ്രതീക്ഷയേറ്റ് ദുഃഖിതരായി മാറി. കൈകസീനന്ദനായ വിഭീഷണൻ, ഭോഗവതോത്തമൻ, ഭക്തപരായണൻ. കൈകേസിയുടെ മകനായ വിഭീഷണൻ സർവ ഐശ്വര്യങ്ങളുമുള്ളവനും ഭക്തരിൽ പ്രധാനിയുമായവൻ വരാനിരിക്കുന്ന ആപത്തുകൾ പരിഹരിക്കാമെന്ന് വിചാരിച്ച് പോർക്കളം കൈവിട്ട് വാങ്ങി നിന്നിടിനാൻ. യുദ്ധക്കളത്തിൽ നിന്നും അല്പം മാറി ഒമ്പരോടെ നിന്നു. കൊള്ളിയും മിന്നിക്കിടക്കുന്നിടത്തു നീ പ്രാണ ഉള്ളവരാണെന്ന് അറിയണമെന്നോർത്തു. പന്തവും കത്തിച്ചു പിടിച്ച് ബോധമറ്റു വീണവരിൽ ജീവൻ ബാക്കിയുള്ളവർ ആരെല്ലാമാണെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിന. ഓരോരുത്തരായി സൂക്ഷിച്ചു നോക്കി നടക്കുവാൻ തുടങ്ങി. നാക്കമേറും വായുപുത്രനുമെന്നേരം, ആ സമയത്ത് അളവറ്റ പ്രഭാവമുള്ള ഹനുമാനും ഇനി നമുക്ക് സഹായത്തിനായി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് നിലത്തു വീണു കിടക്കുന്ന വാനരന്മാരുടെ ഇടയിലൂടെ ആർക്കെങ്കിലും കുറച്ചെങ്കിലും ആശ്വാസമോ ജീവനോ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തനിച്ചു നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് രാമഭക്തനായ ഹനുമാൻ വിഭീഷണനെ കണ്ടുമുട്ടി. അവർ പരസ്പരം തിരിച്ചറിഞ്ഞ് വലിയ ദുഃഖത്തോടെ ആ ശുദ്ധ മനസ്കർ രണ്ടുപേരും വീണ്ടും മുന്നോട്ട് നടന്നു. ബ്രഹ്മാവിന്റെ പുത്രനായ ജാമ്പവാൻ പിതാവിന്റെ അനുഗ്രഹം കൊണ്ട് ബോധക്ഷയം മാറി കണ്ണുകൾ തുറക്കാൻ പോലും കഴിയാതെ കിടക്കുമ്പോൾ വിഭീഷണൻ അടുത്തു ചെന്ന് ബഹുമാനത്തോടെ ചോദിച്ചു, വാനരശ്രേഷ്ഠ, അങ്ങേക്ക് ജീവനുണ്ടോ? അങ്ങനെയെങ്കിൽ ഭാഗ്യം, അങ്ങ് എന്നെ തിരിച്ചറിഞ്ഞോ? കണ്ണുകളിൽ രക്തം കട്ട പിടിച്ചതുകൊണ്ട് കണ്ണു തുറക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങയുടെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വ്യക്തമാകുന്നുണ്ട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന രാക്ഷസരാജാവായ വിഭീഷണനാണെന്ന് സത്യം എന്താണെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞാലും അതെ, ഞാൻ വിഭീഷണൻ തന്നെയാണ് ഭവാനെ, ഇത് തികച്ചും സത്യമാണ്. വിഭീഷണൻ മറുപടി നൽകിയപ്പോൾ ജാമ്പവാൻ വീണ്ടും ആ രാക്ഷസ ശ്രേഷ്ഠനോട് ഇങ്ങനെ ചോദിച്ചു, അങ്ങേക്ക് വലിയ ബോധക്കേടൊന്നും പറ്റിയില്ലല്ലോ. അതിനാൽ മേഘനാഥന്റെ അസ്ത്രങ്ങളേറ്റ് വീണുപോയ വാനരന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹനുമാൻ ജീവനോട് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം. ഇത് കേട്ടപ്പോൾ വിഭീഷണൻ ഉടൻ തന്നെ തിരിച്ചു ചോദിച്ചു, അതെന്താണ്? ഹനുമാനോട് അങ്ങേക്ക് ഇത്രമാത്രം വാത്സല്യം തോന്നാൻ? രാമസൗമിത്രി സുഗ്രീവാദികളുമായ ശ്രീരാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ ശ്രേഷ്ഠരായ അങ്ങേയുള്ള എല്ലാവരെയും വിശേഷിച്ച് നീ ഹനുമാനെ പറ്റി മാത്രം അന്വേഷിച്ചത് എന്താണ്? അവനെക്കുറിച്ച് ഇത്രയധികം താല്പര്യം കാണിച്ചത് എന്തുകൊണ്ടാണ്? എങ്കിൽ നീ കേട്ടുകൊള്ളുക. ഹനുമാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റൊരു വീണു പോയാലും ഒരു സങ്കടവുമില്ല എന്ന് അറിഞ്ഞാലും,
എന്നാൽ ഹനുമാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യമാണ്. ബ്രഹ്മാവിന്റെ മകനായ ജാംബവാന്റെ ആ വാക്കുകൾ കേട്ട് ഹനുമാൻ സാദരം അദ്ദേഹത്തെ ബഹുമാനിച്ചു. ഇതാ ഞാൻ മരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അവൻ ജാംബവാന്റെ കാൽക്കൽ സന്തോഷത്തോടെ വീണു വണങ്ങി. ജാംബവാൻ അവനെ അതിസ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവന്റെ ശിരസിൽ മണപ്പിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ ഇപ്രകാരം പറഞ്ഞു: മേഘനാഥന്റെ അസ്ത്രങ്ങളേറ്റ് വീണുപോയ വാനരന്മാരെയും പിന്നെ നമ്മുടെ ശ്രീരാമ ലക്ഷ്മണന്മാരെയും ജീവിപ്പിച്ച് പുനർജീവിപ്പിക്കുവാൻ നീയല്ലാതെ മറ്റാരും കഴിയില്ല. അതുകൊണ്ട് നീ ഹിമാലയ പർവ്വതവും കടന്ന് യാതൊരു സംശയവുമില്ലാതെ കൈലാസ പർവ്വതം വരെ പോകണം. കൈലാസത്തിന് സമീപത്ത് ഋഷഭം പർവ്വതം എന്ന പർവ്വത മുകളിൽ ദിവ്യ ഔഷധങ്ങളുണ്ട്. നീ അത് മനസ്സിലാക്കുക. 4 തരം ദിവ്യമരുന്നുകളാണ് അവിടെ ഉള്ളത്. അവയിൽ 4ന്റെയും പേരുകൾ നീ കേട്ടുകൊള്ളുക. ആദ്യത്തേത് വിശല്യകരണി എന്നു പേരുള്ള മരുന്നാണ്. രണ്ടാമത്തേത് സന്ധാനകരണി. മൂന്നാമത്തേത് നല്ല സുവർണകരണി. നാലാമത്തേത് ഹേ സ്നേഹിത മൃതസഞ്ജീവിനി എന്നു ഞാൻ പറയുന്നു. ഉയർന്നു നിൽക്കുന്ന 2 കൊടുമുടികൾ അവിടെ കാണാം. ആ 2 കൊടുമുടികൾക്ക് നടുവിലാണ് ഈ ഔഷധങ്ങൾ നിൽക്കുന്നത്. സൂര്യന്റെ പ്രഭ പോലെ ഈ 4 മരുന്നുകൾക്കും ശോഭയുണ്ട്. അവ വേദസ്വരൂപങ്ങളാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സമുദ്രങ്ങളും വനങ്ങളും പർവ്വതങ്ങളും മനോഹരമായ നദികളും രാജ്യങ്ങളും താണ്ടി വേഗത്തിൽ ഈ മരുന്നുകളും കൊണ്ട് മടങ്ങി വരിക. ഹനുമാനെ, വായുപുത്രനായ മാരുതനന്ദ, നീ ഒട്ടും വൈകാതെ വേഗത്തിൽ പുറപ്പെടുക. ഇപ്രകാരം ബ്രഹ്മാവിന്റെ പുത്രനായ ജാംബവാന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ വളരെ ഭക്തിയോടെ വണങ്ങി മഹേന്ദ്ര പർവ്വതത്തിന് മുകളിലേക്ക് കയറി. മേരു പർവ്വതത്തെക്കാളും വലിയ രൂപത്തിൽ അവൻ ശരീരം വളർത്തി വലുതാക്കി. സമുദ്രവും പ്രധാനപ്പെട്ട കുലപർവ്വതങ്ങളും ലങ്കയും അവിടെയുള്ള രാക്ഷസന്മാരും വിറച്ചു പോകത്തക്ക വിധം ആകാശത്തേക്ക് കുതിച്ചുയരുവാൻ തയ്യാറായി. യാതൊരു സംശയവുമില്ലാതെ പൂർണ്ണ ധൈര്യത്തോടും ശക്തിയോടും കൂടെ ഹനുമാൻ ഗർജിച്ചു. കാറ്റിന്റെ വേഗത്തിൽ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അങ്ങനെ പോയാൽ ഹനുമാൻ ഹിമാലയ പർവ്വതവും കടന്ന് മുന്നോട്ട് പോയി ബ്രഹ്മലോകവും ശിവൻ വസിക്കുന്ന കൈലാസ പർവ്വതവും ഭൂമിയിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയും വൈഷ്ണവന്റെ അളകാപുരിയും മേരു പർവ്വതവും മൃതസഞ്ജീവിനി അടങ്ങിയ ഔഷധ പർവ്വതവും കണ്ട് ഹനുമാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇന്നത്തെ വായന ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ വായിക്കാം. നന്ദി, നമസ്കാരം.